വാസ്തുശാസ്ത്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വാസ്തുശാസ്ത്രപ്രകാരം നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും. കാരണം ഒന്ന് നമുക്ക് വേണ്ടത് എന്താണ്, ഒരു വീട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നമുക്ക് വേണ്ടത് സിറ്റ് ഔട്ട് നമുക്ക് നിർബന്ധമാണ്. അതായത് നമുക്കൊരു പൂമുഖം, നമുക്കൊരു മുഖം, നമുക്കൊരു മുൻഭാഗം നമുക്ക് ആവശ്യമാണ്, ശരിയല്ലേ? രണ്ടാമത് നമുക്ക് അടുക്കള ആവശ്യമല്ലേ? നല്ലൊരു അടുക്കള, എനർജിയുള്ള ഊർജ്ജമുള്ള നല്ലൊരു വ്യവസ്ഥയുള്ള ഒരു അടുക്കള നമുക്ക് ആവശ്യമാണ്. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നമുക്കൊരു ബെഡ്റൂം ആവശ്യമല്ലേ? ഏറ്റവും പ്രധാന ബെഡ്റൂം, അതായത് ഒരു വീട്ടിലെ കുടുംബനാഥനും നാഥയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ താമസിക്കുവാൻ ഒരു ബെഡ്റൂം, നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പിന്നെ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് എന്താ, നമ്മളുടെ ടോയ്ലറ്റ്, അതായത് നമ്മൾ വിസർജനം ചെയ്യാനുള്ള ഏരിയ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 4 ഭാഗങ്ങളാണ്. ഒന്ന് നമ്മളെ സിറ്റ് ഔട്ട്, അടുക്കള, ബെഡ്റൂം, അതുപോലെ ടോയ്ലറ്റ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, എന്നാൽ ഇന്ന് പലരും ചിന്തിക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. ഒന്ന്, നമുക്ക് പഠനമുറി, അതായത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് പഠന ഏരിയ എന്ന് പറയും. ഒരു മുറി ഇല്ലെങ്കിലും ഒരു പഠന ഏരിയ, അത് ഏറ്റവും ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പത്തേക്കാളേറെ പ്രാധാന്യം ഇന്ന് വീട്ടിലെ മക്കളുടെ പഠനത്തിനാണ്, നമ്മുടെ വിദ്യാഭ്യാസത്തിനാണ്, അല്ലെങ്കിൽ PSC പോലുള്ള അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്കാണ്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്കാണ് ഇന്ന് വലിയ പ്രാധാന്യം വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. അപ്പോൾ ഒരു സ്റ്റഡി ഏരിയ, ഒരു പഠനമുറി, ഒരു പഠന ഏരിയ, അല്ലെങ്കിൽ ഒരു ലൈബ്രറി പോലുള്ള നമ്മളെ പഠന സാമഗ്രികൾ, നമുക്ക് കമ്പ്യൂട്ടർ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് ചില സമൂഹത്തിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് എല്ലാവരും അതിൽ വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കൊരു ആരാധന ഏരിയ, അതായത് എല്ലാവരും ഇപ്പം വീടുകളിൽ നിലവിളക്ക് കത്തിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാമം ചൊല്ലുകയും ജപങ്ങൾ ചെയ്യുകയും കീർത്തനം ചൊല്ലുകയും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇന്ന് കൂടുതൽ ജനങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുമ്പത്തേക്കാളേറെ വലിയൊരു പ്രാധാന്യം ഇപ്പോൾ അതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആരാധന ഏരിയ, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഒരു പൂജാമുറി തന്നെ വേണമെങ്കിൽ ഇന്ന്, പണ്ടൊക്കെ നമുക്ക് കുടുംബക്ഷേത്രങ്ങളും അതുപോലെ ഓരോ തറവാട്ടിനും കുലദേവതാ ക്ഷേത്രങ്ങളും ഒക്കെ നമുക്ക് പുറത്ത് പൊതുവായിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും അണുകുടുംബങ്ങളായിട്ട് മാറുന്ന സാഹചര്യത്തിൽ, കൂട്ടുകുടുംബ വ്യവസ്ഥകളൊന്നും വളരെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആരാധനകളും മറ്റുള്ള വിളക്ക് കത്തിക്കലും മറ്റുള്ള കുലദേവതയൊക്കെ നമുക്ക് ആരാധിക്കലും ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇതിനും വലിയൊരു പ്രാധാന്യം ഇപ്പോൾ വളരെ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പൂജാമുറിക്ക് ഒരു സ്ഥാനം, ഒരു ഏരിയ ഇപ്പം നമുക്ക് വളരെയധികം പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു 6ാമത്തെ ഭാഗമാണ് എന്താ, പൂജാമുറി, അല്ലെങ്കിൽ ഒരു ആരാധന ഏരിയ, ഒരു മെഡിറ്റേഷൻ കേന്ദ്രം എന്ന് പറയുന്ന പോലെ. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, ഏതൊരു സാധാരണ വ്യക്തി വീട് വയ്ക്കുമ്പോൾ എന്തായാലും എന്തിടുന്നുണ്ട്, ഒരു കോണിക്കൂട് ഇടുന്നുണ്ട്, അതായത് ഒരു ഗോവണിക്കുള്ള ഒരു ഏരിയ ഇടുന്നുണ്ട്. കാരണം ഒരു വീട് വെക്കുന്ന സമയത്ത് ഇന്ന് എല്ലാവരും ടെറസാണ്, വാർപ്പിൻ്റെ വീടുകളാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്കൊരു കോണിക്കൂട് ഒഴിച്ചിടുന്നുണ്ട്. ഒരു കോണി, തൽക്കാലം ഒരു കോണിക്കൂട് മാറ്റി വയ്ക്കുന്നു. ചിലർ മുകളിലേക്കൊരു നിലയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാ വീടുകളിലും എന്തുണ്ട്, കോണിക്കൂടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ കോണിക്കൂട് വരേണ്ട ഒരു സാഹചര്യം, ഒരു സ്ഥാനവും തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞു. 7ാമത്തെ സ്ഥലം തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് വലിയൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ചിന്തിച്ചു നോക്കൂ. അതിന്ന് എല്ലാ വീടുകളിലും പഴയ പോലെയല്ല, എല്ലാ വീടുകളിലും ഇരുചക്രം കൂടാതെ, സൈക്കിള് കൂടാതെ, ബൈക്ക് കൂടാതെ 4 ചക്ര വാഹനങ്ങൾ, കാറ് പോലുള്ള 4 ചക്ര വാഹനങ്ങൾ എല്ലാ വീടുകളിലും, ഒരുവിധം വീടുകളിലൊക്കെ ഇന്ന് 4 വീലുകൾ ഇന്ന് വന്നു കഴിഞ്ഞു. അപ്പം അതിന് വാഹന പാർക്കിംഗ് ഏരിയ നമുക്ക് വലിയൊരു ഭാഗമാണ്. ഇന്ന് വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും ഒരു ടാസ്ക്കാണ്, ഏറ്റവും സ്ഥലം പരിമിതമായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധി കൂടി തന്നെയാണ് ഒരു പോർച്ച് ഉണ്ടാകുന്നത്. അതായത് പോർച്ചിന് ഒരു സ്ഥലം വിട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരുപാട്
നിർമ്മാണ ഭാഗങ്ങൾ ഒഴിവായി പോവുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് ഒരു വീടുണ്ടാക്കുമ്പോൾ. ഒരു പോർച്ച് ആ വീടിനോട് ചേർന്ന് ഉള്ളിലേക്ക് ഒരു പോർച്ച് കയറുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പ്ലാനുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വീടിൻ്റെ ഉള്ളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ഭാഗത്ത് എവിടെ നമുക്ക് പോർച്ച് വേണമെന്നുള്ളതിന് നമുക്ക് വലിയൊരു പ്രാധാന്യം എന്നുണ്ട്. അത് വീടിനോട് ചേർന്ന വീട്ടിൽ അത് നിർമ്മിക്കാൻ ആ വീടിൻ്റെ ബിൽഡിങ് നമ്മളെ വീടിൻ്റെ സ്ട്രക്ചറിൽ ആ ഒരു ഈ ഒരു പോർച്ചിന് ഇന്ന് സ്ഥാനം വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആ സ്ഥാനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് വാഹനം കയറ്റി നിർത്തുന്നത് ശരിയായ രീതിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും അതിനും ഇന്നൊരു പ്രാധാന്യം വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതിനും ഒരു ഏരിയ നമുക്ക് മാറ്റിയിടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ ഈ തരത്തിലൊരു 4 അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ 4 പ്രധാനപ്പെട്ട ഏരിയകളും ആവശ്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് 8ഓളം സംവിധാനങ്ങൾ, സ്ഥാനങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു വീട്ടിൽ വന്നു കഴിഞ്ഞു. എന്നാൽ സ്ഥലം പരിമിതമാണ്, വീട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ കാതലായിട്ടുള്ള ഗുണങ്ങളും നേടിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരം കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് തമ്മിൽ പരസ്പരം പൊരുത്തക്കേടില്ലാതിരിക്കുകയും അതുപോലെ തന്നെ കുട്ടികൾ കിടക്കുന്ന ബെഡ്റൂം, അതുപോലെ ഇന്ന് അതിഥികൾ കിടക്കുന്ന റൂം, അതുപോലെ തന്നെ നമുക്കിന്ന് വലിയൊരു ഭാഗമാണ് നമുക്ക് ഗ്രീൻ റൂം പോലെ തന്നെ പല വീടുകളിലും, ചെറിയൊരു വീടാണെങ്കിലും ഗ്രീൻ റൂം പോലെ, അതായത് ഒരുങ്ങാനുള്ള റൂമുകൾ വരെ ഇന്ന് ഓരോ വീടുകൾ ഉണ്ടാക്കുന്ന സമയത്തും പ്ലാനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അണുകുടുംബമായിരിക്കുന്ന സമയത്ത് അംഗങ്ങൾ കുറവായിരിക്കും, വീട് വലുതായിരിക്കും, അപ്പോൾ അംഗങ്ങൾ കുറവായിരിക്കും. അപ്പോൾ എല്ലാത്തിനും സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും പൊരുത്തക്കേടില്ലാത്ത രീതിയിലും ഇതൊന്നും കൂട്ടിമുട്ടാതെ ഇതൊരു വൈരുദ്ധ്യമില്ലാത്ത നമുക്ക് അനുകൂലമായ ഊർജം ഉണ്ടാവുകയും നമ്മളെ വീട് എന്ന് പറയുന്നത് ഒരു എനർജി സെൻറ്ററായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഈ 8ഓളം സൗകര്യങ്ങൾ കൂടിക്കൂടി വരുന്ന സമയത്ത് നമുക്ക് അത് അവിടെ ഇവിടെയും തോന്നിയോണം വെച്ചിട്ട് നമുക്കതിൻ്റെ ഗുണം കിട്ടാതെ പോകരുതേ എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ വീഡിയോയ്ക്ക് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരുപാട് ആളുകൾക്ക് ഇത് ആവശ്യമുള്ളതാണ്. ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വീട് പണിഞ്ഞ ആ വീടിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം, ഏത് തരത്തിൽ അവിടെ വ്യവസ്ഥ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ധാരണ എല്ലാവർക്കും കിട്ടി. മാത്രമല്ല ഈ വീഡിയോയിലൂടെ പറയുന്ന ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരും, പല ആളുകളുടെ അഭിപ്രായവും അനുഭവവും നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടുകയും നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പരമാവധി നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത്തരം നമുക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട രീതിയിലുള്ള ചില കാര്യങ്ങൾ വളരെ വർഷത്തെ കഠിന പരിശ്രമം കൊണ്ട് നമ്മൾ അനുഭവത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും പഠനത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്നതാണ്. പല നല്ല നല്ല ആചാര്യന്മാരുടെ അനുഭവ സമ്പത്തും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടും ഇപ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചും പിടിച്ചും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ പലർക്കും ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ ഓരോ വീഡിയോകളും നിങ്ങൾ നിരീക്ഷിക്കണം, എല്ലാം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു പൊട്ടത്തരോ ഒരു തട്ടിപ്പോ എന്തെങ്കിലും ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ വലിയൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പൊട്ടത്തരം പറയുക, എന്തെങ്കിലും ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളൊരു ഏർപ്പാട് നിങ്ങൾക്കിതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, നിങ്ങൾക്കത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. കാര്യം ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടല്ല നമുക്ക് കൂടുതൽ ആളുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ, ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട്. കാര്യം അങ്ങനത്തെ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അധികം സബ്സ്ക്രൈബേഴ്സും അതുപോലെ അങ്ങനത്തെ വ്യൂസും, അതുപോലെ അങ്ങനെ ആളുകളെ കൂടുതൽ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള
ആ വീഡിയോകളും അതുപോലെ പിന്നെ ക്യാപ്ഷനുകളൊക്കെ ഇട്ട് കഴിഞ്ഞ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും അതിന് നമുക്ക് അനുകൂലമല്ല. നമുക്ക് എപ്പോഴാണോ ഇതിൽ നിന്ന് നമുക്ക് ആനുകൂല്യം വരുന്നത് ആ സമയത്ത് കിട്ടിയാൽ മതി. എന്നാലും ഇത് എത്ര കാലം വെയിറ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്നാലും ഒരിക്കലും നമ്മൾ ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ പിന്നെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ ഈ വാസ്തുശാസ്ത്രമായാലും യോഗശാസ്ത്രമായാലും ഇപ്പം അതുപോലെ നമ്മളെ മറ്റു ഏത് ശാസ്ത്രങ്ങളായാലും പ്രത്യേകിച്ച് ഇത് വിശ്വാസത്തിൻ്റെ കാര്യമായതുകൊണ്ട് വിശ്വാസ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലും വിശ്വാസ തട്ടിപ്പ് ഏറ്റവും അധികം എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമാണ് വിശ്വാസികളെ കയ്യിലെടുക്കുക എന്നുള്ളത്. കാരണം പിന്നെ ഓരോ ആചാര്യന്മാർ എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പല തട്ടിപ്പുകളും നടക്കുന്ന കാലമാണിത്. പല തട്ടിപ്പുകളും നടത്തി കഴിഞ്ഞിട്ടാണ് പലരും കണ്ണു തുറക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ എടുക്കുന്നത്. ഈ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്ന ഈ അറിവുകൾ ഇത് നമുക്ക് സമൂഹത്തിന് ഇത് നമുക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ പ്രതികൂലമാണോ എന്ന് നിങ്ങൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൂടുതൽ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹകരണം നമ്മൾ പലപ്പോഴും ഓൺലൈനിലായിട്ട് ഇനി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓൺലൈൻ ആയിട്ട് ലൈവായിട്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചില അറിവുകൾ അറിയാനുള്ള അവരുടെ വീടിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള വീട് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ചെറിയ ആവശ്യങ്ങൾ അഭിപ്രായങ്ങളും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ നമുക്കറിയുന്ന രീതിയിലുള്ള മറുപടികളൊക്കെ നമുക്കതിൽ തരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു മാർഗം നമുക്ക് ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാൻ എല്ലാവരും അതിന് മുന്നോട്ട് വരണം. ഏതെങ്കിലും തരത്തിൽ ഇതൊരു തട്ടിപ്പോ അല്ലെങ്കിൽ ഒരു വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് രേഖപ്പെടുത്താം. ഇതിൽ യുക്തിപരമല്ലാത്തതായിട്ടുള്ള പ്രായോഗികമല്ലാത്തതായിട്ട് നമ്മൾ പറയാറില്ല പൊതുവെ. കാരണം അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് നമുക്ക് ഇത്തരം ആളുകളെ കൊണ്ട് നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഒരു മന്ത്രം ഉച്ചരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നാമം ജപിച്ചാൽ നിങ്ങൾക്ക് കുറേ സമ്പത്ത് കിട്ടും, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ബാധകൾ ഒഴിയും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നടക്കും, അല്ലെങ്കിൽ ലോട്ടറി അടിക്കും. അങ്ങനെ ആളുകളെ വശീകരിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നിലനിൽപ്പ് താൽക്കാലികമുള്ളൂ എന്ന് മാത്രമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ താൽക്കാലികമായിട്ടുള്ളത്. അതൊന്നും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനൊന്നും സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാസ്തുശാസ്ത്രത്തിൻ്റെ കാതലായിട്ടുള്ള ശരിയായിട്ടുള്ള എന്ന് പറയുന്ന തരത്തിലുള്ള ശരിയായ രീതിയിൽ നമുക്കതിനെ അവലോകനം ചെയ്യുക. നമുക്ക് പരസ്പരം ചർച്ചയിലൂടെ അവലോകനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് 100% ശരി എന്നുള്ളതല്ല, ഇങ്ങനെയായെങ്കിൽ ഒന്നുകൂടെ നല്ലതല്ലേ എന്നുള്ളൊരു അഭിപ്രായമാണ് വാസ്തുശാസ്ത്രത്തിലൂടെ എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.